ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യൂല. ഇതേമാതിരി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, എന്നിട്ട് പാളി പോയതാണ്. ബട്ട് എനിക്കൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. ഫേസിലിട്ടാൽ ഞാൻ ഡിമ്മാവും. മോസ്റ്റ് ഓഫ് ദ തിങ് ഈസ് ലിപ്സ്റ്റിക്. ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് ഞാൻ വന്നിട്ടില്ല എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഈ പെണ്ണ് എന്ത് ഉടായ്പായിട്ടാണ് വന്നിരിക്കണതെന്ന്. ഉടായ്പ എന്നല്ല ഗൈസ്, ഇന്ത്യത്തുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് ഇന്ത്യത്തെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് റിവ്യൂസും നെഗറ്റീവ് റിവ്യൂസും എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഞാനത് പർച്ചേസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോയാലോ? അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ്, അതായത് നമ്മൾ ഇന്ന വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കറപ്ഷൻസ് വരുത്തണം അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സംസാരിച്ച് ലാഗ് അടിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് പറയുന്നത് ഫേസ് വാഷാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് വാഷാണ്, ലോറിയലിൻ്റെ. അടിപൊളി ഫേസ് വാഷ് പറഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ അറിയാം. എൻ്റെ ഇത് കഴിഞ്ഞിരിക്കണം. ഇതിൻ്റെ രണ്ടാമത്തെയാണ്. ആക്ച്വലി ഞാൻ 2 നേരം തേക്കും, എല്ലാവരും 2 നേരം തന്നെ ഏക്കാരം എന്നാണ് എൻ്റെ ഒരു നിഗമന. ഞാൻ എന്തായാലും 2 നേരം തേക്കൽ, രാവിലെ നീക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തുമാണ് ഫേസ് വാഷ് ചെയ്യാറ്. സോ നമ്മളിത് ലോറിയൽ പാരീസിൻ്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളിയാണ് ഗൈസ്. നല്ല ഫോമിങ് ഉള്ളൊരു സംഭവമാണ്. കുറച്ച് തന്നെ എടുത്താൽ വെള്ളത്തിൽ ഇതാക്കിയാണ്ട് നല്ല തേച്ചാൽ തന്നെ നല്ല പത വരും ഗൈസ്. മുഖത്തൊരു 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ, 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നല്ല ഫേസിൽ എല്ലായിടത്തും മസാജ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ്. മുഖത്ത് പിമ്പിൾസിൻ്റെ മാർക്കോ അല്ലെങ്കിൽ പിമ്പിൾസ് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് മാറ്റം വരും. അത് എഴുതി ഒരാഴ്ച യൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരു 3 ദിവസം യൂസ് ചെയ്തിട്ട് ചേഞ്ചസ് ഇല്ല എന്നല്ല. ഒരു എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് 2 or 3 വീക്സ് അല്ലെങ്കിൽ 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതാക്കി നിങ്ങൾക്ക് തന്നെ ചേഞ്ച് തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഗൈസ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ടോണറാണ്. ആക്ച്വലി എല്ലാവരും യൂസ് ചെയ്യുന്നത്, ബട്ട് ആക്ച്വലി ഞാൻ ടോണർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ടോണർ ആദ്യം യൂസ് ചെയ്തിരുന്നു. ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് മിനിമലിസ്റ്റിൻ്റെ ആയിരുന്നു. ബട്ട് പിന്നെ എനിക്ക് അതിൻ്റെ യൂസ് ആവശ്യമില്ലാതെ തോന്നി. സോ നമ്മൾ വെറുതെ മൂത്തിട്ടിട്ട് കാര്യമില്ലല്ലോ. സോ എന്ത് ചെയ്തു, നമ്മൾ ടോണർ ഒഴിവാക്കി. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സെറാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഏതാണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് സെറം എന്ന് പറയുന്നത് ഡെർംഡോക്കിൻ്റെ ആണ്. നിയാസിനമൈഡ് 10% ആണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ. നിയാസിനമൈഡിൻ്റെ സെറാണ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 2 സെറാണ് റെക്കമെൻഡ് ചെയ്യുക. ഒന്ന് ഡെർംഡോക്കിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് മിനിമലിസ്റ്റിൻ്റെയും ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ആദ്യം മിനിമലിസ്റ്റിൻ്റെ ആയിരുന്നു, പിന്നെ ഞാൻ ഡെർംഡോക്ക് മാറിയതാണ്. അത് ഇത് മിനിമലിസ്റ്റിൻ്റെ പോക്കാണെന്നല്ല അല്ലെങ്കിൽ നെഗറ്റീവാണെന്നല്ല. ആക്ച്വലി എനിക്കിത് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, ബട്ട് അടിപൊളിയായിരുന്നു. സോ നമ്മൾ മിനിമലിസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഡെർംഡോക്കിൻ്റെയും 2 സെറാണ് നിയാസിനമൈഡിൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സി സെറം അത് അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ വിറ്റാമിൻ സി ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ എന്താണെന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ നിയാസിനമൈഡിൻ്റെ വിറ്റാമിൻ സി ഞാൻ എന്ത് ചെയ്തിരുന്നു, ട്രൈ ഔട്ട് ചെയ്തിരുന്നു. ബട്ട് അടിപൊളിയാണ് ഗൈസ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണതാണ് ഈ ഒരു സെറോ അല്ലെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ സെറോ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിയാസിനമൈഡ് ട്രൈ ചെയ്യാം. അതേപോലെ മിനിമലിസ്റ്റിൻ്റെ തന്നെ വിറ്റാമിൻ സിയും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാൻ ആദ്യം മറ്റേതാണ് യൂസ് ചെയ്തിരുന്നത്, ബട്ട് അഫോർഡബിൾ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് മാറിയതാണ്. പിന്നെ അടുത്തത് പറയുന്നത് മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാ വെച്ചാൽ പോൺസിൻ്റെ ആണ്. ഈ പോൺസിൻ്റെ തന്നെ 2 ടൈപ്സ് ഓഫ് ഉണ്ട്. ഒരു ജെൽ ടൈപ്പും ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ടൈപ്പും ഉണ്ട്. ലൈറ്റ് ടൈപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈറ്റ് കളറായിരിക്കും. യു ഗോട്ട് ഇറ്റ്.
എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും ഇട്ടില്ലെങ്കിലും മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യും. മറ്റേ നൈറ്റൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും മോയ്സ്ചറൈസർ ഞാൻ ആൾവേസ് അപ്ലൈ ചെയ്യും, ഫേസ് എപ്പോഴും ഹൈഡ്രേറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് ഞാൻ വാങ്ങിയത് ഒരു ഫാൻസി ഷോപ്പിൽ നിന്നാണ്. മറ്റേത് രണ്ടും ഞാൻ പേർപ്പിളിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ഞാൻ ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് പേർപ്പിളിൽ നിന്ന് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. സോ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് 1% ഹൈഡ്രോളിക് സൺസ്ക്രീൻ അക്വാജെല്ലാണ്. ഡെർമഡോക്കിൻ്റെ തന്നെയാണിത്. ഡെർമാക്കോൻ്റെ ആണ്, ഡെർമഡോക്ക് അല്ല, ഡെർമാക്കോൻ്റെ ആണ്. ഇത് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് പാക്ക് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. സോ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരുപാട് സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ആക്ച്വലി ഇത് ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും. സോ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. സോ ഇതാണ് അപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ. ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ഇത് ഓൾഡും ഇത് ന്യൂ ആണ്. സോ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ, ഞാൻ ഒരുപാട് സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിഗിനിങ്ങിൽ ഒരുപാടെണ്ണം ഏതാണ് നമ്മളെ സ്കിന്നിനെ അറിയാൻ എനിക്ക് ആക്ച്വലി അറിഞ്ഞിരുന്നില്ല. എൻ്റെ സ്കിന്ന് ഏതാണെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ ഏതാണെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ ഏതാണെന്നോ കാര്യങ്ങളൊന്നും എനിക്ക് ആക്ച്വലി ആദ്യം അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി തുടങ്ങി, ഡോക്ടറെയൊക്കെ കാണിച്ച് ഏത് സ്കിൻ ടൈപ്പാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഓരോ പ്രൊഡക്ട്സും വാങ്ങാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ നമ്മൾ കാണുന്നതൊക്കെ വാങ്ങി കൂട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന് മീൻസ് നമ്മുടെ ഫേസിന് പറ്റിയ പ്രൊഡക്ട്സ് എന്താണോ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്തിട്ട് അതേപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഞാനൊരു സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യലുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണിത്. ഞാൻ ആദ്യം വേറെ കുറേ എന്ന് പറഞ്ഞാൽ ഒരു ഐ തിങ്ക് ഒരു 3-4 നാലാമത്തെയാണ് തോന്നുന്നത്. ലാസ്റ്റ് 3 സൺസ്ക്രീൻസും എനിക്ക് അട്ടർ ഫ്ലോപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പായിരുന്നു. പിന്നെ എനിക്ക് അത്രയും സ്റ്റിക്കായി നിന്ന് പോയത് ഈ ഒരു സംഭവത്തിലാണ്, ഈ ഒരു സൺസ്ക്രീന്. ഇത് നല്ല വേർത്തുമാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫേസിലെ ചേഞ്ചസും അതുപോലെ തന്നെ ചില സൺസ്ക്രീൻ ഇട്ടാൽ നിങ്ങൾക്കറിയാം കുറച്ച് വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേനും ഒരു ഡാർക്ക് ഫേസിൽ കാണും. പക്ഷേ ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് 101% or 150% എന്താണ്, എനിക്കിത് പെർഫെക്റ്റാണ്. ഓക്കെ, സോ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ കാണിച്ചു. അടുത്തെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ എന്താ വെച്ചാൽ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ്. ഇതും ഞാൻ പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എൻ്റെ മോസ്റ്റ് ഓഫ് ദി ബ്യൂട്ടി പ്രൊഡക്ട്സും ഞാൻ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ പേർപ്പിളിൽ നിന്നായിരിക്കും. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ മോയ്സ്ചറൈസർ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഫാൻസിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വാങ്ങാറ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ എന്ന് പറയുന്നത്. ഇതൊരു എന്താന്ന് പറഞ്ഞാൽ ഒരു ജെൽ ടൈപ്പാണ് ആക്ച്വലി. ഉണ്ടോ, ഒരു ജെൽ ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അടിപൊളിയാണ്, കുഴപ്പമില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. ഇതിൽ നമുക്കൊരു 10-ൽ 8 കൊടുക്കാം. 10 out of 10 എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി സ്ഥിരമായിട്ട് യൂസ് ചെയ്യൂല. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ഞാനിത് മോസ്റ്റ് ഓഫ്ലി യൂസ് ചെയ്യല എപ്പോഴും വെച്ചാൽ ഞാൻ എപ്പോഴൊന്നും ഫൗണ്ടേഷൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യൂല. അങ്ങനെ ഫൗണ്ടേഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു സംഭവം ഞാൻ യൂസ് ആക്കൽ. നിങ്ങളോട് പറയാമല്ലോ, മീൻസ് അല്ലെങ്കിൽ ഞാൻ വെറും ഒരു സെറം, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ ലിപ്സ്റ്റിക്കും ഐലൈനറും, ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലഷ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പൊതുവെ ഇപ്പോൾ ബ്ലഷ് എല്ലാവർക്കും ഭയങ്കര ഒരു വലിയ സംഭവമില്ല. അതേമാതിരി എനിക്കും വലിയൊരു സംഭവമാണ് ബ്ലഷ്. എനിക്കിഷ്ടമാണ് ബ്ലഷ് ഇടാൻ. സോ ബ്ലഷ് ഞാൻ ഇടാറുണ്ട് ഇടയ്ക്ക്. സോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. ഫൗണ്ടേഷൻ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് അപ്ലൈ ചെയ്യൽ. അങ്ങനെ മാത്രമാണ് ഈ ഒരു സാധനം ഞാൻ ഇടൽ. സ്വിസ് ബ്യൂട്ടിയുടെയാണ്, സ്റ്റുഡിയോ ഫിനിഷ് എന്നാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത്. ഞാൻ നല്ല റിവ്യൂ നോക്കി വാങ്ങിയതാണ്. എന്തായാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര വലിയ യൂസേജിൻ്റെ ആളല്ല പ്രൈമറിൻ്റെ. എനിക്കറിയില്ല ഇതിൻ്റെ
ഇതെന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൈമർ വരുന്നത്. അടുത്തത് വരുന്നത് എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആക്ച്വലി മറ്റേ ഞാൻ പോയി വാങ്ങിയതാണ്. കാരണം നമ്മൾ ഫൗണ്ടേഷൻ നമ്മളെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് എനിക്ക് ഈ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയൂല. അതായത് എൻ്റെ സ്കിൻ ടോൺ, അതായത് ഏത് കളറാണ് അല്ലെങ്കിൽ ഏത് സ്കിൻ ടൈപ്പ് അറിയാം, ഡ്രൈ ആണോ അതെനിക്കറിയാം. പക്ഷേ എൻ്റെ ഫേസിന് പറ്റിയ ഫൗണ്ടേഷൻ, എൻ്റെ സ്കിന്നിന് പറ്റിയ ഫൗണ്ടേഷൻ ഏതാണെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ അത് പാളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, KMTയിലുള്ള ഫാൻസിന്നാണ് വാങ്ങിയത്. സോ ഞാൻ വാങ്ങിയിരിക്കുന്നത് പിൽഗ്രിമിൻ്റെ ഡ്രീം മാറ്റ് സെറം ഫൗണ്ടേഷനാണ്. അതായത് ഇതൊരു സെറം ടൈപ്പാണ്. ഇതാണ് കൺസിസ്റ്റൻസി വരുന്നത്. ഓക്കെ, സ്മെല്ലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബട്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷോപ്പിൽ പോയിട്ട് പാളും എന്ന് വിചാരിച്ച് ഷോപ്പിൽ പോയിട്ട് എൻ്റെ സ്കിൻ ടോണിനനുസരിച്ച് വാങ്ങിയ ഒരു സാധനമാണിത്. ആക്ച്വലി ഇത് ഫേസിലിട്ടാൽ ഞാൻ ഡിമ്മാവും, ഞാൻ ഫുള്ളി ഔട്ട് ഓഫ് കവറേജ് ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഷെയ്ഡിൻ്റെ കുഴപ്പം കൊണ്ടേക്കാരം, ഈ കമ്പനിയോ അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. സംടൈംസ് ചിലപ്പോൾ എൻ്റെ സ്കിൻ ടോണിൻ്റെ പ്രശ്നമായിരിക്കും. ഇതിൻ്റെ ഷെയ്ഡ് പറയുന്നത് 123 ക്ലാസിക് ന്യൂഡാണ് വരുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് കാണും നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. ക്ലാസിക് ന്യൂഡാണ് വരുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഡിമ്മായിട്ട് തോന്നും. പിന്നെ ഞാൻ അത്രയും ഗതികേടുമ്പോഴാണ് യൂസ് ചെയ്യാറ്. ബട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ എൻ്റെ ഫേസിലിടുമ്പോൾ ഡിമ്മാവും. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പ്രശ്നമാണോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിവേ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പോയി നമ്മൾ അധികം സ്കിൻ ടോണൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് സംഭവം, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. അതിന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കിൻ. പക്ഷേ ഞാൻ അവിടെ ചെക്കൗട്ട് ചെയ്ത് അവിടെ ബ്യൂട്ടീഷ്യനിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിനോടൊക്കെ ചോദിച്ച് സ്കിൻ ടോണിക്ക് പറ്റിയ സംഭവം സെലക്ട് ചെയ്തെടുത്തത് തന്നെയാണ്. ബട്ട് എന്തോ പാളിപ്പോയി. സോ ഇതാണ് സംഭവം. ഓക്കെ, അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബ്ലഷ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഞാൻ പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒന്ന് ഞാൻ അടുത്തുള്ള ഫാൻസിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതാണ് ഫാൻസിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു ഉള്ളിലെ ഭാഗം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം കാണുന്നുണ്ടോ? ബട്ട് ആക്ച്വലി ഇത് മൊത്തം ഞാനല്ല യൂസ് ചെയ്തത്. എൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബ്ലഷ്. കാരണം അവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സ്കിൻ ടോണിന് ഇത് മാച്ച് ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളതും ഈ ഒരു ബ്ലഷ് തന്നെയാണ്. എൻ്റെ ഫേസിൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളതും ഈ ഒരു ബ്ലഷാണ്. സോ ഇൻസൈറ്റിൻ്റെ ആണ് ഇത് വരുന്നത് കേട്ടോ. എൻ്റെ പേരൊക്കെ ഇവിടെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇൻസൈറ്റാണ് വരുന്നത്. ഇത് ഞാൻ ഫാൻസിയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ഓൺലൈനിൽ പർപ്പിളിൽ ഐ തിങ്ക് ഈ ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ ഇൻസൈറ്റിൻ്റെ ബ്ലഷോ അവൈലബിൾ അല്ല തോന്നുന്നു. ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ടില്ല. എനിവേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാൻസിയിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ ഫാൻസിയിലും അവൈലബിൾ ആണ്. സോ ഇതാണ് ഒരു ബ്ലഷ് പറയുന്നത്. പിന്നെ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതും അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ്. ഇത് ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ എനിക്കത് പെർഫെക്റ്റ് ആവുമെന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു. ബട്ട് കൈ കിട്ടിയതിന് ശേഷം നല്ല അടിപൊളി സാധനമായിരുന്നു. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. കുഴപ്പമില്ല, മീൻസ് ഓവറായിട്ട് കാണിക്കൂല, എന്നൊരു മിനിമലായിട്ട് നമുക്ക് തോന്നും ചെയ്യും. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഓക്കെ,
പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ എന്ന് പറഞ്ഞാൽ സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. അതും ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലോക്കൽ ബ്രാൻഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം നല്ല റേഞ്ചുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല എന്താണെന്ന് പറയാം ഭയം അങ്ങ് ഇരിക്കുക. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ. ബട്ട് ഈ ഒരു കൺസീലർ എനിക്ക് ഇതേപോലെ പാളിയതാണ്. ഇത് വെച്ചാൽ അപ്ലൈ ചെയ്യാനും ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെയ്ഡല്ല. ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡല്ല, ഇത് ഒന്നും കൂടി ബ്രൈറ്റായ ആൾക്കാർക്കുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ ഇതേമാതിരി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് പാളി പോയതാണ്. ഞാൻ വാങ്ങിയത് ഐ തിങ്ക് മീഷോന്നാണ്. മീഷോന്ന് എന്തോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ഒരു മെഗാ ഓഫർ നടന്നിരുന്നല്ലോ, അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു സംഭവം. ബട്ട് എനിക്ക് അന്ന് തോന്നിയതാണ് നമ്മളൊരു സാധനം, ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അത് ലൈക്ക് ഈ ഫൗണ്ടേഷൻ അതേപോലെ കൺസീലർ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ മസ്റ്റായിട്ടും ഷോപ്പിൽ പോയി വാങ്ങാൻ നോക്കുക. അല്ലാതെ ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് നമ്മളെ ഷെയ്ഡിലോ അല്ലെങ്കിൽ നമ്മളൊരു കളറിന് പറ്റിയ ഒരു പെർഫെക്റ്റ് സാധനം കിട്ടൂല. സോ നമ്മൾ അടുത്തുള്ള ഒരു ബ്രാൻഡായിട്ടുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ ഫാൻസിയിലോ ഒക്കെ ചെന്നാൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ പറയുന്ന ബ്രാൻഡുകൾ ചോദിച്ച് വാങ്ങുക. നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി അതിനെപ്പറ്റി നല്ല നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്കിൻ ടോൺ ഏതാണെന്നോ അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് ഏതാണെന്നൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെ പോയിട്ട് വാങ്ങുക, ഷോപ്പിൽ പോയിട്ട് വാങ്ങുക. ലൈക്ക് ഈ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ കൺസീലർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ നമ്മുടെ ലിപ്പിനും അതേപോലെ തന്നെ നമ്മളെ ഫേസിലൊക്കെ മാച്ച് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വാങ്ങുക. ഓക്കെ. സോ അടുത്തതെന്ന് പറയുന്നത് മസ്കാര. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറഞ്ഞാൽ ഡബിൾ ഡ്രോപ്പിൻ്റെ മസ്കാരയാണ്. ഇതിൻ്റെ ഡബിൾ ഡ്രോപ്പ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം, അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമെന്നല്ലല്ലോ. സോ ടു ടൈപ്പ് ഓഫ് മസ്കാരയാണ്. ഇത് കേടന്നു തോന്നുന്നു, ഇതുവരെ പ്രശ്നം ഉണ്ടായില്ല. ഇത് ഭയങ്കര ഒരു ലെയറായിട്ട് തോന്നാനും മറ്റേത് ഭയങ്കര തിക്കായിട്ട് നല്ല വോളിയമായിട്ട് തോന്നാനുമാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നല്ല വോളിയമായിട്ടുള്ള കൺസിസ്റ്റൻസി. മറ്റേത് പറയുന്നത് ഭയങ്കര ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര. ഇതും എന്താണ്, ഇത് മാസിൻ്റെ ആണ് ഗൈസ്. ഇത് മാസിൻ്റെ ഐ തിങ്ക് ഇതവിടുത്തെ ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ട് ഇത് കാണുന്നില്ല. മാസിൻ്റെ ഡബിൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഐലൈനറും ഇതേമാതിരി മാസിൻ്റെ ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അടിപൊളിയാണ്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാലും പോരാ, വെള്ളം തട്ടിയാലും പോവില്ല എന്നല്ല, പിന്നെ നമ്മൾ പോണെങ്കിൽ കണ്ണ് പറിച്ചെടുക്കേണ്ടി വരും. അജ്ജാതി സീനാണ് ഗൈസ്. അജ്ജാതി സീൻ പറഞ്ഞാൽ അജ്ജാതി. നല്ല ഡാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്ന് പോണെങ്കിൽ നമ്മൾ എണ്ണ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, ഇതൊന്ന് പോയി കിട്ടണമെങ്കിൽ. അത്രക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് പറഞ്ഞാൽ അത്രക്കും ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതും ഞാൻ പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ആക്ച്വലി ഇത് കഴിയാനായിക്കണമെന്ന് എനിക്കറിയില്ല. മാസിൻ്റെ ഇതിന് എത്ര റേറ്റ് കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കല്ലേ കേട്ടോ, എനിക്കറിയില്ല. അടിപൊളിയാണ് ആണോ. ഇത് പിന്നെ നമ്മൾ മറ്റേ ഐലൈനർ പോലെയല്ല, മറ്റേ നമ്മൾ ഫേസിൽ എണ്ണ തേച്ച് കഴുകി കളയാണെങ്കിലും പരക്കൂല. ഇതൊരു സ്റ്റിക്കർ ടൈപ്പ് പോലത്തെ സാധനമാണ്. അതായത് പറിച്ചിങ്ങനെ പോരും, മുഖത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ചിലവിലൊക്കെ ഉണ്ടാവും ഐലൈനറൊക്കെ ഇട്ടുകൊണ്ട് മുഖം കഴുകി കളയുമ്പോൾ നമ്മൾ ഈ ഒരു ഐ ഭാഗത്ത് മറ്റേ ഐ സർക്കിളിൽ എന്തുണ്ടാവും, ഡാർക്ക് സർക്കിൾസ് പോലെ ഒരു സംഭവം ഉണ്ടാവും. ഈ കൺമിഷൊക്കെ പരന്ന് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് വരുന്നത്. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതിലില്ല. എന്തോ കുലുങ്ങുന്നുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്നല്ല, ഈ സാധനത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അടുത്ത നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഐ ഷാഡോ പാലറ്റ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിൽ 9 ഷെയ്ഡുകൾ വരുന്നുണ്ട്. ബട്ട് ഇതിൽ നിങ്ങൾക്ക് തൊട്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ടില്ല.
ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ്, ഗ്ലിറ്ററിൻ്റെ മാസ്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫാൻസിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഈ ഷെയ്ഡ് ഞാൻ അങ്ങനെ വെച്ചാൽ യൂസ് ചെയ്യലുണ്ട്. ഇതിൻ്റെ വാങ്ങിയിട്ട് ഞാനൊരു 1 to 2 month ആയിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഹെവി മേക്കപ്പ് ഇടുന്ന ഒരാളല്ല. ആക്ച്വലി ഞാനിങ്ങനെ ഒരു പരിപാടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുക്കും, എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. എന്താ ഇപ്പം ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യലില്ല, അങ്ങനെ ഒരു മേക്കപ്പ് ഹോളിയല്ല. വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മസ്കാര, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഞാൻ ഈ ഐ ഷാഡോ പാലറ്റിൽ ഏറ്റവും പുറത്ത് പോകുമ്പോൾ നോർമലായിട്ട് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യൽ, ഗ്ലിറ്ററിൻ്റെ മാസ് ഐ ഷാഡോ. ഇത് യൂസ് ചെയ്യലില്ല എന്നല്ല, ഞാൻ ചിലപ്പോൾ മറ്റേ വല്ല പാർട്ടീസോ അങ്ങനെ ഫങ്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കളറിൽ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിലാണ് ചെയ്യാറ്. നോർമലി ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു സംഭവമാണ് ഇടാറ്. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു ഷെയ്ഡാണ്. ഓക്കെ, സോ ഇതാണ് ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻലി മോസ്റ്റ് ഓഫ് ദ തിങ് ഈസ് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ മുന്നായിട്ട് ലിപ് ലൈനർ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഇത് ഷെയ്ഡ് 2 ഡീപ്പ് ഡ്രോ ആണ് വരുന്നത്. എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അടിപൊളിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്ക്, അതായത് ഇതിൻ്റെ ഫേസിലേക്ക് അത്രയ്ക്ക് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് പൊട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ യൂസേജിൻ്റെ ഭാഗമായിട്ട് പൊട്ടിയതാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ അത്രയ്ക്ക് ഇതായിട്ടില്ല. പക്ഷേ ഇതിടുമ്പോൾ എൻ്റെ ഫേസിലേക്ക് നല്ല മാച്ച് ഉണ്ടാവാനുണ്ട്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നതും ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മെബ്ലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഇവിടെ കാണിക്കാത്തതെന്ന് വെച്ചാൽ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒഴിവാക്കാത്ത എന്താണെന്നുള്ള റീസൺ, അടിപൊളിയാണ് ഗൈസ്. ഇത് ഇത്ര ഇരിക്കണ ലിപ്സ്റ്റിക്ക് ഇവിടെ ഇങ്ങനെ ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നതാണ്. ലിപ്സ്റ്റിക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉണ്ടോ, ഇത് പൊട്ടിയിരിക്കണം, ഇവിടെ പൊട്ടിയിരിക്കണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്താ, ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് മെബ്ലൈൻ്റെയാണ്, ഇത് മാസിൻ്റെയാണ് വരുന്നത്. ഈ 2 ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലിപ് ലൈനറുമാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താ വെച്ചാൽ വേറൊരു സാധനം ഇല്ല എടുത്ത്, നമ്മളെ ഫേസസ് കാനഡേൻ്റെ സ്ട്രോപ്പ് ക്രീം. ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്യലില്ല ഗൈസ്. യൂസ് ചെയ്യലെന്താ വെച്ചാൽ ഇതിട്ടാലും എൻ്റെ ഫേസ് ഒന്ന് ടിമ്മായിട്ട് തോന്നും എനിക്ക്. ഞാൻ ഒരുപാട് ആൾക്കാരെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് വാങ്ങിയതാണ്. ചിലപ്പോൾ ഓൽക്കത് ബെനിഫിറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പലർക്കും പല സ്കിൻ ടൈപ്പും പല കളറും ആയിരിക്കും. സോ എല്ലാവർക്കും ചേരുന്നത് പോലത്തെ മറ്റാൾക്കും ചേരണം എന്നൊന്നുമില്ല. സോ എനിക്ക് ഈ ഒരു സാധനം ചേരുന്നില്ല. എന്തായാലും തന്നെ ഫേസിലേക്ക് ഇട്ടാൽ അത് ഭയങ്കര ഒരു ഡിമ്മായിട്ട് തോന്നും. ഭയങ്കര ഔട്ട് ഓഫ് കവറേജ് ആവും ഞാൻ. ഭയങ്കര ഡിമ്മായിട്ട് തോന്നുന്ന ഭയങ്കര ഡിമ്മായിട്ട് തോന്നും. സോ അതുകൊണ്ട് തന്നെ ഇത് വലിയ യൂസേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോഴും ഫുള്ളായിട്ട് ഇതിലുണ്ട്. വാങ്ങി പാടിയതാണ്. ഓക്കെ, ഐ തിങ്ക് ഒക്കെ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു മിനിമലായിട്ടുള്ള ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഞാൻ അത്രയും റിവ്യൂസും അതേപോലെ എല്ലാ ആൾക്കാരും ഇത് കൊളാബല്ല അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരു ലിപ് ബാം വാങ്ങിയിരുന്നു. ലിപ് ബാം എന്ന് പറഞ്ഞാൽ അറ്റ് ദ പീക്ക് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് മറ്റേ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും മാതിരി ഒരു 1 month ഒക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 3 or 4 months ഐ തിങ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ ഒഴിവാക്കി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്കൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അത്
ഈ ലിപ് ബാമിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവും, നമ്മുടെ പിങ്ക് ലിപ്പായിട്ട് മാറും, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിപ്പിലുള്ള ഡാർക്ക് കളേഴ്സ് മറ്റേ സണ്ണിൻ്റെ എഫക്റ്റ് എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യും ഒരു 1 or 2 മന്തിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞത്. ബട്ട് ആക്ച്വലി ഞാനത് 3 or 4 മന്ത് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല. എക്സ്ട്രാ എന്താ ഉണ്ടായത് വെച്ചാൽ അതിലേറെ ഒന്നുകൂടി ഡാർക്ക് ആവുകയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഡീകൺസ്ട്രക്ഷൻ്റെ ലിപ് ബാം ആണ്, ആക്ച്വലി എല്ലാവർക്കും അറിയണതായിരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അതായത് കഴിഞ്ഞ് ആക്ച്വലി പാളിയേക്കുന്നു ഗൈസ്. ഇതൊക്കെ എന്താണെന്ന് പറയാം, അത്രയും യൂസ് ചെയ്തിട്ട് ഇപ്പം ഇതുവരെ ഇതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ നല്ല ഇളക്കി മോൾക്ക് കയറ്റി അതുമ്പോൾ ആകെ സീനായില്ലേ. സോ ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യൂല. ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആക്ച്വലി എന്തുകൊണ്ടാണ് വലുത് പോസിറ്റീവായി പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് പക്കാ നെഗറ്റീവായിരുന്നു. എനിക്ക് ഇതിലേറെ ലിപ്പ് ഡാർക്ക് ആവുക എന്നല്ലാതെ ഇത് യൂസ് ചെയ്തിട്ട് ലിപ്പ് അങ്ങനെ ബ്രൈറ്റനിങ് ആയിട്ട് ഫീൽ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഏതാണെന്ന് ചോദിച്ചാൽ ഡോട്ട് ആൻഡ് കീയുടെ ഒരു സ്ട്രോബെറി ഷെയ്ഡ് ആയിട്ടുള്ളതാണ്. അത് ആക്ച്വലി എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ അല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. സോ ഈ ലിപ് ബാം ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ. ഡീകൺസ്ട്രക്ഷൻ്റെ ഈ ഒരു ലിപ് ബാം ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യൂല പറഞ്ഞാൽ ആർക്കും റെക്കമെൻഡ് ചെയ്യൂല. ആക്ച്വലി ഇത് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എല്ലാ ഐറ്റംസും കാണിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാണിച്ചു തോന്നുന്നു, കാണിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് അതായത് നമ്മുടെ സെറ്റിങ് ചെയ്യുക, അതായത് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ഫേസസ് കാനഡയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത്, മേക്കപ്പ് ഫിക്സർ. ഇത് ഞാൻ എപ്പോഴൊന്നും അടിക്കാറില്ല. ഇതേമാതിരി ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അടിക്കാറാണ് പതിവ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇത് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല സാധനമാണ്. നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് ഇതൊന്ന് അടിച്ച് നല്ല ഫേസിൽ ഇത് ഫേസിലേക്ക് സ്പ്രേ ചെയ്യുക. ഫേസിലേക്ക് സ്പ്രേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല ഫേസിലേക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. നല്ലൊരു നമ്മളെ ഫൗണ്ടേഷനൊക്കെ നല്ല ഫേസിൽ നല്ലോണം ടാപ്പ് ചെയ്ത് നമ്മുടെ ഫേസിനനുസരിച്ചുള്ള ഫൗണ്ടേഷനൊക്കെ ആയി സെറ്റ് ചെയ്ത് അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ് ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ഒരു ഷോപ്പ് ക്രീം എന്ന് പറയാൻ. ഇത് ഇത്ര ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഐ തിങ്ക് ഇത്ര ഭാഗം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യൽ. ഇപ്പം നമ്മൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊന്നും അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ ഫേസസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാനില്ല. ആരും യൂസ് ചെയ്യൂല, ഞാനും ചെയ്യാറില്ല. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സാധനം. ഓക്കെ, സോ ഇതാണ് നമ്മളെ എന്തെന്ന് പറയുന്നത്, കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി സാധനങ്ങളും എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് വെച്ചാൽ പേർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. സോ പിന്നെ ഞാനിങ്ങനെ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, അതേപോലെ ലിപ് ലൈനർ, കൺസീലർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും എന്ത് ചെയ്യാൻ നോക്കുക, ഫാൻസിന്നൊക്കെ പോയിട്ട് വാങ്ങാൻ നോക്കുക. അത് ഇരുന്നുകൊണ്ട് അല്ലറ ചില്ലറില്ല, നല്ലോണം പ്രിഫർ ചെയ്തിട്ട്. കാരണം നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നല്ല പ്രൊഡക്റ്റുകൾ നോക്കണം. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലാബാലായിട്ടുള്ള എന്തെങ്കിലും ലോക്കൽ പ്രൊഡക്ട്സ് നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള, അതായത് കയ്യിലും കാലിലും ഉള്ള പോലത്തെ സ്കിന്നല്ലായിരിക്കും ഫേസിലുള്ള സ്കിന്ന്. അത് ഭയങ്കര സെൻസിറ്റീവായിരിക്കും. അതിപ്പോൾ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം. സോ ഭയങ്കര സെൻസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ല പ്രൊഡക്റ്റും നല്ല റിവ്യൂസും നോക്കിയിട്ട്. അതായത് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും അതേപോലെ അങ്ങനത്തെ ആൾക്കാർ പറയുന്ന പോലത്തെ അല്ല, നമ്മൾ ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. ഇപ്പം ഞാൻ എൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പറഞ്ഞു. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് പറഞ്ഞു. അത് എഴുതിക്കാണ്ട് നിങ്ങളതന്നെ വാങ്ങണമെന്നില്ല. നിങ്ങളെ സ്കിന്നിന് പറ്റുന്നത് ഏതാണോ, നിങ്ങളെ സ്കിന്നിന് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്ന ഐറ്റംസ് എന്ത് ചെയ്യുക, വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് ചിലവരുണ്ട് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, ഇതെനിക്ക് ബെനിഫിറ്റ് അല്ലെങ്കിലും ഇതെന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാമെന്ന്. ബട്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമുക്കത് ബെനിഫിറ്റ് ഇല്ല എന്ന് തോന്നിയാൽ, നമ്മുടെ സ്കിന്നിന് അത് പറ്റൂല എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ അത് ചേഞ്ച് ചെയ്യണം. നമ്മളവിടെ എന്ത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പൈസ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനാണ് പ്രശ്നം വരുന്നത്. ഓരോ സ്കിൻ ടൈപ്പ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്.
സോ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ നല്ല പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് പേർപ്പിളിൽ അപ്ലൈ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ എന്ത് ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. ഞാൻ മെയിൻലി പറയുന്നത്, ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് എവിടെയും യൂസ് ചെയ്യലില്ല. നമ്മളിപ്പോൾ ഫേസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് പിമ്പിൾ മാർക്സ് കാര്യങ്ങൾ, അതേപോലെ വിങ്കിൾസ് ഒക്കെ വരും, അതായത് ചുളിവ് കാര്യങ്ങളൊക്കെ വരും. സോ അത് നമുക്ക് അത്ര മീൻസ് ചെറിയ പ്രായത്തിൽ തന്നെ ഫേസിലൊക്കെ ഇങ്ങനെ വിങ്കിൾസ് കാര്യങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ. മീൻസ് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സംഭവം എന്ന് പറയുന്നത്, എനിക്ക് പ്രായം തോന്നിക്കുക, നല്ല തടി ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ് തോന്നൽ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഐ തിങ്ക് നമുക്കിത് പ്രിഫർ ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബ്ലഷൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ ആണെന്ന് തന്നെ എനിക്കൊരു പോസിറ്റീവാണ് ഗൈസ്. സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു നോളേജ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ മസ്റ്റായിട്ടും നല്ലോണം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മൾ ഫേസിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നല്ലോണം നോക്കുക, നല്ല ശ്രദ്ധിക്കുക. സോ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.